ഹലോ ഗായ്സ്, അപ്പൊ ഞാൻ ഇന്നലെ ഫസ്റ്റ് ബോക്സിംഗ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പോവാണ് ഗൈസ്. ഞാനിത് ആദ്യമായിട്ട് പറഞ്ഞൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ ഇടക്കൂട്ടനാണ്. അതിനുശേഷം ഞാൻ ഇവിടെ വന്നിട്ടാണ് ഗൈസ് പറയുന്നത്. അപ്പോൾ അത്ര ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ തന്നെ എല്ലാം കൂടി ഇടുത്തി പോലെ വന്ന് വീഴാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതേപോലത്തെ ഒരു ഇതായിരുന്നു ഗൈസ് ഇതും. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. സോ ഗൈസ്, ഒരു വർഷം മുന്നേ കൃത്യമായി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഏതോ ഒരു മാസത്തിലാണ്, സെപ്റ്റംബറിലാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. സെപ്റ്റംബർ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴാണ് ഇത് ഈ ഫൈറ്റിന്റെ കാര്യങ്ങളൊക്കെ വന്നത്. ഞാൻ സ്കൂൾ വഴിയായിട്ട് ഇറങ്ങുന്നത്. സ്കൂളിൽ ഒരു ദിവസം, ഒരു സാധാരണയായ ദിവസം ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വന്നു. ഫിസിക്സ് പീരീഡ് ആയിരുന്നു കേസ്. അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കവിത ടീച്ചർ ഇങ്ങനെ തിയറി ഒക്കെ ഞങ്ങൾ ക്ലാസ്സിൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നിമ്മി ടീച്ചർ കടന്നു വന്നു. ഞങ്ങളുടെ മാത്സ് ടീച്ചറാണ് കേസത്. ആ ടീച്ചർ വന്നിട്ട് പറഞ്ഞു, വർക്ക് എക്സ്പീരിയൻസ് അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളില്ലേ, ഇങ്ങനെ അതിനെ കുറിച്ചൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എന്തോ വർക്കിന്റെ എന്തൊക്കെയോ കാര്യങ്ങളിലും അതിനും ഇതിനും ഷട്ടിൽ കളിക്കുക, ഓട്ടത്തിന്, സ്പോർട്സിനൊക്കെ അങ്ങനെ പുറത്തേക്ക് ഈ സ്റ്റേറ്റ് ലെവല് ഡിസ്ട്രിക്ട് ലെവലൊക്കെ പോണവര് ഈ നന്നായി കളിക്കണവരുടെ പേര് തരാൻ പറഞ്ഞു. അപ്പോൾ ക്ലാസ്സിലെ ഏക ബോക്സർ ഞാനാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ബോക്സിംഗ് ഉണ്ട്, നീ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് ബോക്സിങ്ങിൽ വന്നിട്ട് ഞാൻ അത്ര ആയിട്ടില്ല, അര വർഷത്തെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ. ആൻഡ് എനിക്കൊരു തേങ്ങ മാങ്ങി അറിയുണ്ടായിട്ടില്ല, സത്യം അതാണ്. എനിക്ക് പഞ്ചുകളും കീക്കുകളും അറിയാം, ഒക്കെ അറിയാം. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്ര എക്സ്പേർട്ട് ആവില്ലല്ലോ. എന്നാലും ഫൈറ്റ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യട്ടെ, ശരിക്കും ഇങ്ങനെ ഫൈറ്റ് പ്രാക്ടീസ് ചെയ്യുക, ആ കുന്ത എനിക്ക് കുറവായിരുന്നു ഗൈസ്. അപ്പോൾ അവരെല്ലാവരും എന്നോട് പറഞ്ഞു ഇറങ്ങുക പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, ഞാൻ എങ്ങനെ ഇറങ്ങാനാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് ഇറങ്ങാൻ പറ്റില്ല പറഞ്ഞു. അപ്പൊ കവിത ടീച്ചർ എന്നോട് ഒന്ന് പറഞ്ഞു ഗൈസ്, അധികം ആരും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഗേൾസ് ബോക്സിങ്ങിന് അധികം ആരും ഇറങ്ങുന്നുണ്ടാവില്ല, അപ്പൊ നീ എന്തായാലും ഇറങ്ങിക്കോ, പെട്ടെന്ന് ഇങ്ങനെ ഫസ്റ്റ് ഒക്കെ കിട്ടും. ഇപ്പൊ ഡിസ്ട്രിക്റ്റിൽ പോയി കഴിഞ്ഞാൽ എന്തോ സംഭവം കിട്ടുമല്ലോ, അങ്ങനെ സ്റ്റേറ്റ് പഠിക്കുന്നവർക്ക് എന്തോ ഒരു സാധനം കിട്ടുമല്ലോ, ആ സാധനം എനിക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ സ്റ്റേറ്റിൽ ഇതുവരെ പഠിക്കാത്തതുകൊണ്ട് ആ സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇറങ്ങണോ വെച്ചാ എനിക്കൊരു പ്രശ്നമുണ്ട് ഗൈസ്. ആർക്ക് വേണമെങ്കിലും എന്നെ പെട്ടെന്ന് ഇങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരാളെന്നോട് വന്ന് പറയാണ് നീ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ വിചാരിക്കാം. ഞാൻ ഇറങ്ങും. അതിപ്പോൾ എനിക്ക് തീരെ അറിയാത്തൊരു സംഭവം വെച്ചാൽ ഞാൻ ഇറങ്ങും. ഞാൻ കൺവിൻസ് ചെയ്ത പെട്ടെന്ന് വീഴും ഗൈസ്. അതാണ് എൻ്റെ പ്രശ്നം. പക്ഷെ ഈ തവണ അങ്ങനെയല്ല, ഞാനാണല്ലോ അവിടെ കടന്ന് ഇടിയിട്ടി ചാവണത്. അതുകൊണ്ട് എനിക്കൊരു ഇതുണ്ടായി. സോ ഞാൻ തേഴ്സ്ഡേ നല്ല രീതിക്ക് പോയി രാത്രി ഇരുന്ന് ആലോചിച്ച് ഇറങ്ങണമെന്ന്. അപ്പൊ ഞാൻ ലാസ്റ്റ് ഒരു ഡിസിഷനിലെത്തി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു അവസരം കിട്ടിയതല്ലേ, ഇതേപോലത്തെ ഒരു അവസരം വേറെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇറങ്ങാന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ബോക്സിങ്ങിൽ ഫൈറ്റിൽ ഇറങ്ങണം, ഒരു രാശിയിൽ ഇറങ്ങണം നല്ല ആഗ്രഹമായിരുന്നു യെസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പ്രാക്ടീസ് ചെയ്യാൻ കുറേ ടൈം ഉണ്ടല്ലോ, നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്ന ടൈമില് ഇതിപ്പോ തേഴ്സ്ഡേ രാത്രി ഇരുന്നിട്ടാണ് ഞാനിങ്ങനെ ആലോചിച്ച എല്ലാ സംഭവം സെറ്റാക്കി അച്ഛനോടോ അമ്മോടൊക്കെ ചോദിച്ചു. അവരൊക്കെ ഓക്കെ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഫ്രൈഡേ ഞാൻ ടീച്ചറോട് പോയി വിളിച്ചു കൊടുത്തു, പേര് കൊടുത്തു, ബോക്സിങ്ങിന് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിമ്മി ടീച്ചർ ഏതോ സ്പോർട്സിന്റെ ടീച്ചറിനെ വിളിച്ചിട്ട് പറഞ്ഞു ബോക്സിങ്ങിന് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു കുട്ടിയുണ്ട്, അപ്പൊ പേരിതാണ്, വെയിറ്റ് ഇതാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ആ ടീച്ചർ പറഞ്ഞു നാളെയാണ് കേട്ടോ ബോക്സിങ്ങിന്റെ കോമ്പറ്റീഷൻ. അപ്പൊ ഞാനിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. നാളെയോ? എനിക്കൊരു തേങ്ങ അറിയില്ല, എന്താ ചെയ്യേണ്ടേ അറിയില്ല, ഇതിനെന്ത് കൊണ്ടുപോകണം എന്നറിയില്ല, ഒരു കാര്യങ്ങളും എനിക്കറിയില്ല. ഫൈറ്റ് നാളെയാണെന്ന് എനിക്കറിയാം. എന്നുവെച്ചാൽ തലേ ദിവസമാണ് ഞാൻ അറിയണത് നാളെയാണ് ഫൈറ്റ് എന്ന്. ഞാൻ എന്താ ചെയ്യണത്? എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോയിട്ടൊന്ന് വാമപ്പ് ചെയ്യാനുള്ള ടൈം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്കൊന്ന് പ്രിപ്പയർ ആവാനുള്ള ടൈം പോലും, വാമപ്പ് ചെയ്യാൻ പിന്നെ ടൈം കിട്ടിയിട്ടുണ്ടാവും, പ്രിപ്പയർ ആവാനുള്ള ടൈം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ട് ഞാൻ ഫ്രൈഡേ ടീച്ചറോട് ഞാൻ അന്നാണ് എന്ന് വെച്ചാൽ നാളെയാണ് എന്ന് വെച്ചാൽ ശനിയാഴ്ചയാണ് ഫൈറ്റ്, ശനിയാഴ്ചയാണ് ശരിക്കും ഫൈറ്റ്. അപ്പൊ അത് ഫ്രൈഡേ അറിഞ്ഞ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല ടീച്ചർ, എനിക്ക് പറ്റില്ല, എനിക്ക് നാളെ ഒന്നും എനിക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ടീച്ചർ പറഞ്ഞു എന്താണെന്നൊന്നും കുഴപ്പമില്ലല്ലോ, ഇപ്പൊ കിക്കുകളും ഇതൊക്കെ അറിയണതല്ലേ എന്നൊക്കെ പറഞ്ഞു. കിക്കല്ല, പഞ്ചുകളും ഇതൊക്കെ അറിയണ ഒക്കെ അല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ടീച്ചർ എനിക്ക് പറ്റില്ല, എനിക്കാണെന്ന് നോ പറയാനും പറ്റില്ല, ഞാൻ എന്തൊക്കെ ഓരോട് പറയാ. അപ്പൊ ഞാൻ പറഞ്ഞു ടീച്ചർ എനിക്ക് പറ്റില്ല, ടീച്ചർ എനിക്ക് ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നെ പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് കൊണ്ടുപോയി.
പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് കൊണ്ടുപോയപ്പോ എന്താ പറയാ അവ പ്രിൻസിപ്പൾ പറഞ്ഞു എന്താ പറയാ പഞ്ചുകളൊക്കെ അറിയില്ലേ? ആ അറിയാം. ആ പിന്നെന്താ, എത്ര വർഷമായി ഇപ്പോ? ഒരു അര വർഷമായി. ഓ ഓക്കെ, അതിനിപ്പോ എന്താ ഇറങ്ങിക്കോന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിങ്ങനെ പേടിയായോണ്ടിരിക്കാട്ടോ. എന്റെ പേടി ഇങ്ങനെ കൂടി വരും. കാരണം നാളെയാണ് ഫൈറ്റ്. എനിക്കൊരു തേങ്ങ അറിയില്ല. ഞാൻ മിക്കവാറും അവിടെ ഇടികൊണ്ട് ചാവും. അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു ഞാൻ. പിന്നെ ഞാനിപ്പോ എന്താ ചെയ്യുന്നത് വിചാരിച്ചത്, ഞാൻ അച്ഛനെ വിളിച്ചു ചോദിച്ചു. അച്ഛനെ വിളിച്ചപ്പോ അച്ഛൻ അതിലും വലിയ ടെൻഷൻ. അച്ഛൻ പറഞ്ഞു, അയ്യോ അവൾക്ക് വലിയ ഇതൊന്നും ഇല്ല കേട്ടോ, അവൾക്ക് അത്ര നന്നായിട്ട് എന്നെ എല്ലാ കോൺഫിഡൻസ് കൂടി കുറയ്ക്കുന്നത്, അത്ര ഇതൊന്നും അറിയില്ല കേട്ടോ, അത് ഇത്. അച്ഛനെ പേടി എനിക്ക് ഇടി കിട്ടി ഞാൻ മൂക്കൊക്കെ അവന്റെ അതായിട്ട് മൂക്കുന്നൊക്കെ ചാരാന്നിട്ട് ഞാൻ വീട്ടിൽ വരും എന്നാണ് അച്ഛന്റെ പേടി. എനിക്ക് എനിക്കിതിപ്പോ ഞാൻ ഫസ്റ്റ് ടൈം അല്ലായിരുന്നു, ഞാൻ എന്താ കാട്ടുക അങ്ങനെയൊക്കെ ഉള്ളൊരിതാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ പ്രിൻസിപ്പള് പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഇറങ്ങാന്ന് വിചാരിച്ചു, എന്തേലും ആവട്ടെ ഞാൻ ഇറങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ടീച്ചറോട് പറഞ്ഞു ഓക്കെ ഞാൻ ഇറങ്ങാൻ വിചാരിച്ചു. കോച്ചിനെ ഒക്കെ വിളിച്ച് ചോദിച്ചു, എന്നാ ഇറങ്ങിക്കോട്ടെ സാറിനൊക്കെ വിളിച്ച് ചോദിച്ചു. അങ്ങനെ ഞാൻ ഇറങ്ങി. ആൻഡ് അപ്പൊ എന്തോ ഒരു സാധനം ഫോമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാന് ഫോട്ടോ ഒക്കെ കൊടുത്തു, കാര്യങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ പിറ്റേ ദിവസം സ്കൂളിൽ വരണ്ടല്ലോ, ബോക്സിങ്ങിന് പോവാണ് ഞാൻ. അങ്ങനെ ആ ടൈമില് അത് അറിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ പിറ്റേ ദിവസമാണ് ഫൈറ്റ് എന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് ഒടുക്കത്ത പേടിയായിരുന്നു. എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് പേടിയായിരുന്നു. എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് ആൻസൈറ്റിയുടെ പ്രോബ്ലംസ് ഒക്കെ നല്ല രീതിക്ക് ഉണ്ട്. അപ്പൊ ഇതും കൂടി എന്റെ ഇടയിൽ കൂടെ വന്നപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് കൂടി ഞാനൊരു അവസ്ഥയിലായി. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ വിഷ്ണുവിനോടൊക്കെ പറഞ്ഞു, എന്റെ ഫ്രണ്ടാണ് മീസ് വിഷ്ണു, അവളോടൊക്കെ പോയി പറഞ്ഞു എനിക്ക് നല്ല പേടിയാവുന്നു, ഞാനിപ്പോ എന്താ ചെയ്യാന്നൊക്കെ പോയി പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു നീ ഒന്ന് കാമാവും, അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് കുറച്ചു നേരം ഒന്ന് കാമായിട്ട് ഇരിക്കാൻ വിചാരിച്ചു. അങ്ങനെ കാമായിട്ട് ഇരിക്കുമ്പോ എനിക്ക് വയറൊക്കെ ഇങ്ങനെ വേവിക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു എന്തിപ്പോ ഇങ്ങനെ വയറൊക്കെ വേവിക്കണേ. അപ്പൊ ഞാനൊന്ന് ടോയ്ലറ്റ് പോയി നോക്കി. അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കി, ഞാൻ പിരിച്ചായി, തൃപ്തിയായി എനിക്ക്. കാരണം പിരിച്ചായി എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് പിരിച്ചായി കഴിഞ്ഞാൽ അവിടെ കടക്കും ഞാൻ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതൊക്കെ ഓക്കെ ആക്കാന്ന് വിചാരിച്ചു. എനിക്ക് പ്രശ്നങ്ങളുള്ളത് ഞാൻ എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ എന്റെ പേടി, ആൻസൈറ്റി, ലൈക്ക് ഭയങ്കര ഒരു മാരി പേടിയായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല, അതൊരു പേടിയാണ്. പിന്നെ പിരിച്ചിന്റെ 2ാമത്തെ ഡേ ആണ്, അത് വേറെ പേടി. പിന്നെ 5ാമത്തെ പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഷീൽ വെക്കുമ്പോ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, അത് പിന്നെ എനിക്ക് തുപ്പലിറക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒക്കെ ഓരോ പേടികൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേടികളായിരിക്കും. അത് കഴിഞ്ഞപ്പോ ഞാന് വിചാരിച്ചു ഇറങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ ശനിയാഴ്ച രാവിലെ ഞാന് ഇതേപോലെ മോട്ടിവേഷണൽ പാട്ടൊക്കെ കേട്ടിട്ട് ഞാൻ സെറ്റായി ഇങ്ങനെ പോവാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോ ഒരു ഫോം വേണമായിരുന്നു, എന്തോ ഒരു എലിജിബിലിറ്റി ഫോം അതല്ലേ, എലിജിബിലിറ്റി ഫോം, ആ സാധനം വേണമായിരുന്നു. അത് എന്റെ അടുത്ത് ഇല്ലേന്ന്, സ്കൂളിൽ നിന്ന് തരുന്നതാണ്. എനിക്ക് അത് സാധനം തന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഫൈറ്റ് നടന്നത്, ഈ സാധനം വേണമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ സ്കൂളിൽ വിളിച്ചു. സ്കൂളിൽ വിളിക്കാൻ പറ്റിയൊരു പാട്, പ്രിൻസിപ്പളിനെ ഞാൻ വിളിച്ചു, നിമി ടീച്ചറെ ഞാൻ വിളിച്ചു, ഫിസിക്സ് ടീച്ചറെ ഞാൻ വിളിച്ചു, ഇംഗ്ലീഷ് ടീച്ചറെ വിളിച്ചു, കണക്കട എല്ലാ ടീച്ചർമാരും ഞാൻ വിളിച്ചു. അതിനിപ്പോ ലാസ്റ്റ് പ്രിൻസിപ്പൾ ഫോൺ എടുത്തു. ഭാഗ്യം, അല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് വെന്തുരുകിയേനെ. അല്ലെങ്കിൽ തന്നെ ഈ പേടിച്ചിട്ടൊരു പരിപാടി ഇരിക്കുക. അതിനിടയിൽ മറ്റേ എന്താ പറയാ അച്ഛനും വിളിക്കുന്നുണ്ട്. അച്ഛൻ വരും ചെയ്തു. അച്ഛൻ പറഞ്ഞ എനിക്ക് അതിലും കൂടുതൽ ടെൻഷനായി. അച്ഛൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ടെൻഷനാവും. അച്ഛന് ശരിക്കും നല്ല പേടിയുണ്ട്, അച്ഛൻ എന്നെയും കൂടി പേടിപ്പിക്കും, അതാണ് പ്രശ്നം. അങ്ങനെ പ്രിൻസിപ്പലിനെ വിളിച്ചിട്ട് അവിടുന്ന് ഒരു മാമൻ എന്റെ ഫോമൊക്കെ കൊടുന്നു തന്നു. അങ്ങനെ കൊടുന്നു തന്നിട്ട് ആ ഫോമൊക്കെ കൊടുത്തിട്ട് ഫൈറ്റിന് ഇറങ്ങാന്നൊക്കെ തീരുമാനിച്ചു. അങ്ങനെ എന്താ പറയാ ആ അക്കാഡമിയിൽ തന്നെയാണ് ഈ ഫൈറ്റ് നടക്കുന്നത്. ഞാൻ പോണ ഒളിമ്പിയയിലാണ് റേസ്, ഞാൻ ബോക്സിംഗ് പഠിക്കാൻ പോണത്. ആ അക്കാഡമിയിൽ തന്നെയാണ് ഈ ഫൈറ്റ് നടക്കണ്ടായിരുന്നത്. ഭാഗ്യം, അല്ലെങ്കിൽ ഞാൻ അതിലും കൂടുതൽ ഞാൻ പെട്ടേനെ. അങ്ങനെ ഞാൻ ഇറങ്ങി ഗൈസ്. ഇറങ്ങിയിട്ട് അതിന്റെ പുറത്ത് നിന്നിട്ട് ഞാൻ ഭയങ്കര പേടിയായിരുന്നു. ഡ്രസ്സ് ഇടുമ്പോ പേടി, ഒക്കത്തിനും ഭയങ്കര പേടി. അപ്പോ നിങ്ങൾ ആലോചിക്കണം, എനിക്ക് സെക്കൻഡ് ഡേ ഓഫ് പീരിയഡ്സ് ആണ്, എനിക്ക് പെയിൻ ഉണ്ട്, എനിക്ക് പെയിനും നല്ല രീതിക്ക് ഉണ്ട്. മീൻസ് ഞാൻ ഇറങ്ങി, എനിക്ക് ഇറങ്ങാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ ഇറങ്ങി. ഐ ആം റിയലി പ്രൗഡ് ഓഫ് മീ ഗൈസ്. ഞാൻ ഇന്നേ വരെ എന്റെ പീരിയഡ്സ് ആവുന്ന ടൈമില് സെക്കൻഡ് ദിവസം ഞാൻ നീറ്റ് നിന്നിട്ട് പോലില്ല. അങ്ങനെ അവിടുന്ന് ഞാൻ ഈ ബോക്സിങ്ങില് ഫൈറ്റിന് ഞാൻ ഇറങ്ങി ഗൈസ്. അതും എന്റെ സെക്കൻഡ് ഡേ ഓഫ് പീരിയഡ്സിൽ ഞാൻ ബോക്സിങ്ങിൽ ഇറങ്ങി.
അതെനിക്ക് വലിയൊരു പ്രൗഡ് മൊമെന്റ് ആണ് ഗൈസ്. സത്യം ഞാൻ പെരുച്ചാകുമ്പോൾ ഞാൻ എണീക്കാറ് പോലും ഇരിക്കുന്ന പൊസിഷൻ വരെ മാറാൻ പറ്റില്ല, അത്രയും പേരാണ്. പക്ഷെ ആ ഒരു സന്ദർഭത്തിൽ ഞാൻ ബോക്സിംഗിൽ ഫൈറ്റിൽ ഇറങ്ങി പറഞ്ഞാൽ എനിക്കതൊരു വലിയൊരു കാര്യമാണ്. ആൻഡ് അപ്പൊ എന്തൊക്കെയും ഉണ്ടായി. അങ്ങനെ ഞാൻ ഇറങ്ങിയതിന് മുന്നേ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഫൈറ്റ് ചെയ്യണം, അങ്ങനെ ഇടിച്ചോണ്ടേ ഇരിക്കണം, സ്പീഡിൽ ഇരിക്കണം, നിർത്താനേ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് നോക്കാൻ പറ്റില്ല, ഗാർഡ് നോക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഇറങ്ങിയ ടൈമിലുണ്ടല്ലോ, ഇറങ്ങിയപ്പോ പിന്നെ ചുറ്റുള്ള ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഒന്നും അറിയില്ല. ബുദ്ധി, നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ എം ടി ആയി പോവാ പറയില്ലേ, അതേമാതിരി ഇരുന്ന എന്റെ അവസ്ഥ. ബ്രെയിൻ ഫുൾ അങ്ങോട്ട് എങ്ങോട്ടൊക്കെ പോയി, ബുദ്ധി ഒന്നും ഇല്ല, ഇടിക്കല്ലേ എനിക്ക്. ഞാനവിടെ എന്റെ ചേച്ചി പറഞ്ഞ ഞാനവിടെ ഇങ്ങനെ ചെയ്യായിരുന്നതാണ് എന്റെ ചേച്ചി എന്നോട് പറഞ്ഞത്. പക്ഷെ എനിക്കറിയില്ല, വീഡിയോ കണ്ടപ്പോ ഞാൻ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്നാലും എന്തൊക്കെയോ ഞാൻ കാട്ടി അവിടെ നിന്നിട്ട്. അപ്പൊ ആ കുട്ടിക്ക് ഭയങ്കര സ്പീഡായിരുന്നു. അവളും ജാബിൻ റോസിന്റെ ചെയ്യുന്നതായിരുന്നു, ഞാനും ജാബിൻ റോസിന്റെ ചെയ്യുന്നതായിരുന്നു. എനിക്കൊന്നും അറിയില്ല വേറെ. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ, അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര പേടിച്ചിട്ടൊക്കെ ഇരിക്കണത്. അങ്ങനെ ഞാൻ ഇടിച്ചിട്ട് ഞാൻ എന്നെ വീണു. അപ്പോഴാണ് എന്റെ ലൈക്ക് പിരിച്ചായിട്ട് ഞാൻ വീണു ഗൈസ്. എനിക്ക് പെയിൻ കാരണം എനിക്ക് വീണപ്പോ എനിക്ക് പെയിൻ അങ്ങോട്ട് കൂടി, എല്ലാം കൂടി ഇവിടെ ഇളകിയോട്ട് വന്നു. അപ്പൊ എനിക്ക് ശരിക്കും എനിക്ക് നല്ല വേദനിച്ചിട്ട് വീണപ്പോ. എന്നിട്ട് ഞാൻ നീറ്റു, ഞാൻ അവിടെ തന്നെ കടന്നില്ല, ഞാൻ നീറ്റു. എന്നിട്ട് ഞാൻ വീണ്ടും ഫൈറ്റ് ചെയ്തു. ഫസ്റ്റ് റൗണ്ട് പോയി, സെക്കൻഡ് റൗണ്ട് പോയി, തേർഡ് റൗണ്ട് പോയി. ആൻഡ് തേർഡ് റൗണ്ടില് എനിക്ക് വയ്യാന്ന് പറഞ്ഞോണ്ട് അവള് ജയിച്ചു. അല്ലെങ്കിൽ അവൾ എന്നെ ജയിക്കുക. ഞങ്ങള് രണ്ടുപേരും ഇങ്ങനെ ജാബ് ക്ലോസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവള് കുറെ എന്റെ മുഖത്തേക്ക് ഇടിച്ചു. എനിക്ക് അവളുടെ മുഖത്തേക്ക് റേഞ്ച് പോലുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ എന്താ പറയാ, അവള് ജയിച്ചു ഗൈസ് അൺഫോർച്ചുനേറ്റ്ലി. അത് കഴിഞ്ഞപ്പോ എന്റെ മുഖമൊക്കെ ചുക്കൊന്നും ഇങ്ങനെ തുടുത്തിരിക്കുന്നു ഗൈസ് ഫൈറ്റ് ചെയ്യുന്ന ടൈമില്. അത് കഴിഞ്ഞ് വന്നപ്പോഴും എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. എന്ന് വെച്ചാൽ ഇടി കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു സ്പോഞ്ച് കൊണ്ട് ഇങ്ങനെ ഇടി കിട്ടിയ എന്താണ് ഒരു ഫീൽ, അതേമാതിരി ആയിരുന്നു ഞാൻ. എനിക്ക് വലിയ ഇങ്ങനെ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, ഞാൻ ഓക്കെ ആയിരുന്നു. അടുത്ത ഫൈറ്റിലൊക്കെ ഇറങ്ങാന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു. ആൻഡ് ഞാൻ അവിടെ കുറെ നേരം ഇരുന്നു, എന്തൊക്കെയോ കേട്ടു. എനിക്ക് പ്രൈസൊന്നും കാണില്ല, ഞാൻ മെഡൽ മേടിക്കാണ്ട് ഞാൻ അവിടുന്ന് പോയി ഗൈസ്. എന്നിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് അമ്മയ്ക്ക് ബിരിയാണി ഒക്കെ മേടിച്ചു തന്നു. അപ്പോഴാണ് ലൈക്ക് ബിരിയാണിയുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് 2 വാഴക്ക് കഴിച്ചു. ലൈക്ക് അതിന് ഒരു ടേസ്റ്റും ഇല്ലാത്ത പോലെ. ഞാൻ ഇതുവരെ കഴിച്ച ബിരിയാണിയേ അല്ല അത്, അങ്ങനത്തെ ഒരു ഫീല്. അതിന് ഒരു ടേസ്റ്റും ഇല്ല. നമുക്ക് ബിരിയാണി കഴിച്ചപ്പോൾ ഭയങ്കര ഇങ്ങനെ ടേസ്റ്റ്, ഭയങ്കര എക്സൈറ്റ്മെന്റ്, ഭയങ്കര ഹാപ്പിനെസ് ഒക്കെ തോന്നിയിട്ട് എനിക്ക് ഒരു വികാരം ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ മാറ്റി വെച്ചത്. എന്നിട്ട് ഞാനിങ്ങനെ ഇരുന്നു കുറച്ചു നേരം. എന്തെനിക്ക് പറ്റി എനിക്ക് അറിയില്ല, എനിക്ക് ഒന്നിനോട് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട്, എനിക്ക് സന്തോഷം എന്താണെന്ന് അറിയില്ല, എനിക്ക് ചവയ്ക്കുമ്പോ ടേസ്റ്റ് തോന്നുന്നില്ല, എനിക്ക് അങ്ങനത്തെ ഒരു ഇത്. ലൈക്ക് ഫുള്ളി ഞാൻ ഔട്ടായ പോലെ. ഞാൻ എന്റെ സോൾ എങ്ങോട്ടൊക്കെയോ പോയി, എന്റെ മൈൻഡ് എങ്ങോട്ടൊക്കെയോ പോയി, ഞാൻ ഫുള്ളി ഔട്ടായി, എന്റെ മൂഡൊക്കെ പോയി. അങ്ങനത്തെ ഒരു ഇത്, ഒരു വികാരമില്ലാത്ത അവസ്ഥ. അങ്ങനെ എന്നിട്ട് ഞാൻ സാജുനോട് ചോദിച്ചു, സാജു എന്താണ് എനിക്ക് പറ്റിയത്, എനിക്ക് ഒന്നിനും പറ്റുന്നില്ല, എനിക്ക് ആകെ കൂടി ഞാൻ പോയ അവസ്ഥയിലാണ്, എനിക്ക് തീരെ പറ്റുന്നില്ല, എനിക്ക് ഒന്നിനോട് ഇൻട്രസ്റ്റ് തോന്നുന്നില്ല സാജു, എനിക്ക് ഒരുമാതിരി പറഞ്ഞു ഞാൻ. അപ്പൊ സാജു പറഞ്ഞു അത് എല്ലാ ഫൈറ്റേഴ്സിനും ഉണ്ടാവണതാണ് ഒരു ഫൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാന്നൊക്കെ പറഞ്ഞു. ഞാൻ ആലോചിക്കും എല്ലാ ഫൈറ്റേഴ്സിനും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ ദേവി, അവരെങ്ങനത്തൊക്കെ സഹിക്കണ്. അപ്പോ ഞാൻ വിചാരിച്ചു, ഞാൻ കുറെ നേരം ചാജു പറഞ്ഞു ബ്രീത്തിങ് ഒക്കെ എടുക്ക്, അതെടുക്ക് ഇതെടുക്ക്, പിന്നെ കണ്ണടച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ വിചാരിക്കും, എന്നിട്ട് കണ്ണ് തുറന്നിട്ട് 5 സാധനങ്ങൾ ചുറ്റുമുള്ളത് പെട്ടെന്ന് പറയാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അതൊക്കെ ചെയ്തപ്പോ കുറച്ചൊരു ബെറ്റർ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ബിരിയാണി ഏറ്റവും പറ്റുന്നില്ലായിരുന്നില്ലേ. നമുക്കൊരു കാര്യം അറിയോ, എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയാണ്. ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡാണ്. ദാറ്റ് ഈസ് ദ തിങ്. ആ ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ഞാൻ ഔട്ടായി പോയി എന്നാണ് അതിന്റെ അർത്ഥം. ആൻഡ് 2-3 ദിവസം ഞാൻ അങ്ങനെയായിരുന്നു. അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ കഫേയിലൊക്കെ പോയി ഞാൻ അങ്ങനെ കുത്തിയിരുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്, അത് ഞാൻ ഇവിടെ വെക്കും. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് കുറെ നേരം കടന്നുറങ്ങി. കടന്നുറങ്ങി എണീറ്റപ്പോഴൊരു മൂകതയാണ്, ഫുള്ളൊരു മൂകത. ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഗൈസ്. ഇതാണ് എന്റെ ഫൈറ്റ് എക്സ്പീരിയൻസ്. സോ ഗൈസ്, ഇതാണ് എനിക്ക് കിട്ടിയ മെഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൊർണൂർ സബ് ഡിസ്ട്രിക്ട് സ്കൂൾ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2025-26. ആൻഡ് ഇതൊക്കെ ഞാനിപ്പോൾ മറന്നിട്ട് ഞാൻ ഇപ്പം ആലോചിക്കാറൊന്നും ഇല്ല അതിനെ കുറിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഗൈസ്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഭയങ്കര പ്രൗഡാണ് ഗൈസ് എൻ്റെ എല്ലാം. കാരണം ഞാൻ തിരിച്ചെഴുന്നേൻ്റെ സെക്കൻഡ് ഡേ ആണല്ലോ ഇറങ്ങിയത്. അതൊന്നും എനിക്ക് ഭയങ്കര പ്രൗഡാണ് ഗൈസ്. ആ കാര്യം പറഞ്ഞ ആ കാര്യം മാത്രം.
ഞാൻ ഇനിയും ബോക്സിംഗ് ഫൈറ്റിലൊക്കെ ഇറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നു. കാരണം ആ ഇൻസിഡന്റോടെ ഇൻസിഡന്റ് അല്ല, ആ ഒരു അവസ്ഥയിലൂടെ ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയി. അപ്പൊ ഭയങ്കര റിഗ്രറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി ഇറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലത്തെ ബിയോർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് താഴത്ത് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യണം ഗൈസ്. അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ.